നമുക്ക് മഷ്റൂം മസാല ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ ഈ ഒരു വലിപ്പത്തിലുള്ള ഒരു 10 മഷ്റൂം എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലത്തെ തണ്ട് പോലെ ഉണ്ടാവൂലേ, അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് മാറ്റിക്കളയുക. അതിനുശേഷം ചെറുതാക്കി ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കുക. പിന്നെ 2 സവാളയാണ് ഇതിലേക്ക് എടുത്തെടുക്കണേ. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് 1/2 ടീസ്പൂൺ ഇഞ്ചി നീളത്തിലരിഞ്ഞതും അതുപോലെ തന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളി അതിട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുക. പിന്നെ അതിന് ശേഷം ഒരു കൈപ്പിടി നിറയെ നമ്മുടെ നാളികേരത്തിൻ്റെ കൊത്തിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ മാറ്റി വെച്ച സവാള ഉണ്ടല്ലോ, അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് ഇതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് തക്കാളി ചെറുതാക്കി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/2 ടീസ്പൂൺ സാധാരണ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി അത്ര ഇട്ടിട്ട് ഒന്ന് വഴന്ന് വരുമ്പോൾ അതിൻ്റെ മസാലേൻ്റെ ആ കുത്തലൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമ്മുടെ മഷ്റൂം ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ വേവിക്കുക. പിന്നെ ഇതിൽ വെള്ളമൊന്നും ഒഴിക്കണ്ട, അതിന് തന്നെ ചെറിയൊരു വെള്ളത്തിൻ്റെ ഒരു നനവുണ്ടായിരിക്കും. അപ്പോൾ വെള്ളമൊന്നും ഒഴിക്കണ്ട, ഇത് തന്നെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. 5 മിനിറ്റിന് ശേഷം അടച്ചു വെച്ചതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് വഴറ്റുക. അതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുക. ഇനി ഒന്നും കൂടെ എല്ലാം കൂടെ ഒന്ന് ഇളക്കി ചേർത്തതിന് ശേഷം കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. പിന്നെ ലാസ്റ്റിൽ നമ്മൾ ഇട്ട് കൊടുക്കണ 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചതാണ് കേട്ടോ. പെരിഞ്ജീരകത്തിൻ്റെ പൊടിയല്ല, സാധാരണ ജീരകം. അപ്പോൾ ഈ ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ജീരകത്തിൻ്റെ പൊടിയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം പറയാം. താങ്ക് യു.